അപ്പിച്ച മഹതി വെറും വൃഥായി എന്ന് മാത്രമല്ല, മഹതി വിനഷ്ടി, മഹാവിനാശമായിപ്പോയി, നഷ്ടമായിപ്പോയി. മഹതി വിനഷ്ടി, വിനാശം, മഹാൻ വിനാശ. ജന്മമരണപ്രബന്ധാവിച്ഛേദപ്രാപ്തി ലക്ഷണ. എന്താണ് വിനാശം? ജന്മ മരണപ്രബന്ധത്തിൽ അവിച്ഛേദമായി പ്രാപിക്കുക. ജന്മമരണങ്ങളുടെ നിരന്തരമായ ആവർത്തന ചക്രത്തിൽ പെടുക. അതാണ്. ഓരോ വൃത്തി താതാത്മ്യവും ഓരോ ജന്മമാണ്. അപ്പം നമുക്കിപ്പോൾ എത്ര ജന്മം ഉണ്ടാവും? ഇന്ന് നമ്മൾ എത്ര ജനിച്ചിട്ടുണ്ടാവും? ഓരോ വൃത്തിയോട് താതാത്മ്യപ്പെടുന്നതും ഓരോ ജന്മം തന്നെ. അതൊക്കെ ദ്വന്ദ്വത്തെ ഉണ്ടാക്കി തീർക്കുന്നതാ. അപ്പം ആ താതാത്മ്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ എന്നെ അറിയണം, എന്നാൽ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ജീവിക്കാം, ഒരു പ്രശ്നമില്ല. ചിന്തിക്കുക. യതഃ തസ്മാത്, അതുകൊണ്ട് അവശ്യം തദ്വിച്ഛേദായ ജ്ഞേയാത്മാ, അതുകൊണ്ട് ഈ ജന്മമരണ ചക്രഗതിയെ വിച്ഛേദിക്കാൻ വേണ്ടി അവശ്യം ആത്മാവ് അറിയപ്പെടേണ്ടതാകുന്നു, സത്യം അറിയപ്പെടേണ്ടതാകുന്നു. ജ്ഞാനേനതു കിം സ്യാത് ഇത്യുച്യതേ ഭൂതേഷു ഭൂതേഷു ചരാചരേഷു സർവേഷു ഇത്യർത്ഥഃ. വിചിത്യ പൃഥക് നിഷ്കൃഷ്യ ഏകം ആത്മതത്വം സംസാരധർമ്മൈഃ അസ്പൃഷ്ടം ആത്മഭാവേന ഉപലഭ്യ ഇത്യർത്ഥഃ. അനേകർത്ഥത്വാത് ധാതൂനാം ന പുനഃ ചിത്വാ ഇതി സംഭവതി. വിരോധാത് ധീരാഃ ധീമന്തഃ വിവേകിനഃ വിനിവൃത്തബാഹ്യവിഷയാഭിലാഷാഃ പ്രേത്യ മൃത്വാ അസ്മാല്ലോകാത് ശരീരാദ്യനാത്മലക്ഷണാത് വ്യാവൃത്തമമത്വാഹങ്കാരാഃ സന്തഃ ഇത്യർത്ഥഃ. അമൃതാഃ അമരണധർമാണഃ നിത്യവിജ്ഞാനാമൃതത്വസ്വഭാവാഃ ഏവ ഭവന്തി. ഈ ജ്ഞാനം കൊണ്ടെന്താ? എങ്ങനെയെങ്കിലും നീ അറിയണമെന്നാണല്ലോ പറഞ്ഞത്. നീ നിന്നെ അറിയണമെന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. നീ അവനെ അറിയണം അവളെ അറിയണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വിഷമാ. നീ അവനെ അറിയൂ അവളെ അറിയൂ, എന്ത് കാര്യം? നീ അറിയാനും വിഷമം ഇല്ലേ? അതെ, നീ നിന്നെ അറിയണമെന്നാ പറഞ്ഞത്. പണ്ടൊരിക്കൽ ഒരു സന്യാസി ശ്രേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ സന്യാസത്തിന് മുമ്പൊക്കെ ജീവിച്ച ഗ്രാമത്തിലൊരു സ്വീകരണം ഏർപ്പാട് ചെയ്തു. വലിയ സ്വീകരണം. അപ്പോൾ പ്രസംഗപടുക്കളായിട്ടുള്ള ഒരാളാണല്ലോ സ്വാഗതം ചെയ്യാനും അധ്യക്ഷനൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ മഹാത്മാവിൻ്റെ മഹത്വം എത്ര വലുതാണ്, ത്യാഗത്തിൻ്റെ മൂർത്തിയാണ്. എന്തുകൊണ്ട്? നമ്മളൊക്കെ കുടുംബം, പത്നി, സന്താനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ വേണ്ട വെച്ചിട്ട് ഇതിനെല്ലാം ത്യജിച്ചുകൊണ്ട്, തന്നെ ത്യജിച്ചുകൊണ്ട് ഈ സന്യാസ ജീവിതം സ്വീകരിച്ചിരിക്കുകയാണ്.
ഇദ്ദേഹം ആദ്യം തുടങ്ങിയത് ഇത്ര മഹാത്യാഗികളുടെ മുമ്പിൽ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്നാണ്. കാരണം ഇത്രയും ശ്രേഷ്ഠമായ മനുഷ്യജീവിതം ലഭിച്ചിട്ടും അതിൻ്റെ ലക്ഷ്യത്തെയും മഹത്വത്തെയും മുഴുവൻ ഉപേക്ഷിച്ച് പശു, പട്ടി, കൃമി, പൂച്ച തുടങ്ങിയ ജന്തുക്കൾക്ക് സാധാരണമായ ജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ മഹിമയെയും ത്യജിച്ച് ജീവിക്കുന്നതായ മഹാത്യാഗികളുടെ മുമ്പിൽ ഇരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതാപ്പോൾ ശരി? അയാൾ ഇയാളെ ത്യാഗി എന്ന് വിളിച്ചു, ഇയാൾ അയാളെ ത്യാഗി. നിന്ദിച്ചിട്ടില്ലല്ലോ, രണ്ടാളും പരസ്പരം നിന്ദിച്ചിട്ടില്ല, രണ്ടാളും ത്യാഗി. ഏത് ത്യാഗപ്പോൾ വലുത്? കാരണം മനുഷ്യനാകെ കൂടിയുള്ള മഹിമ ഇതാണ്. അപ്പം ഇതിനെ ഉപേക്ഷിച്ചിട്ട് കൃമിസഹജമായ ജീവിതം നയിക്കുമ്പോൾ അല്ലേ, ആലോചിച്ച് നോക്കൂ, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ സാധിക്കണ ജീവിതം നയിക്കണത്. അപ്പോൾ അതല്ലേ വലിയൊരു ത്യാഗം എന്ന അഭിപ്രായം അല്ലേ? ഇയാൾ സത്യാന്വേഷണത്തിൻ്റെ പാതയിലാണ്, ഇയാൾ സത്യത്തെ കണ്ടെത്താനുള്ള പാതയിലാണ്, മറ്റേ ആളതിൽ നിന്ന് ഒളിച്ചോടുക. എന്നിട്ട് അവൻ ഇവനെ വിളിക്കുക എന്താണെന്നറിയോ? സന്യാസിമാരെ വിളിക്കുക എന്താ? ഒളിച്ചോടുന്നവർ. ആരാ ഒളിച്ചോടുന്നത്? ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടാണ് സന്യസിക്കണമെന്നാണ് പറയണത്. സത്യം എന്താണ്? സത്യസാക്ഷാത്കാരത്തിനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി എന്താ പറയേണ്ടത്, ഇന്നിപ്പോൾ എന്താ ഒരു ചലഞ്ച് എന്നൊക്കെ പറയില്ല, ഇന്നിപ്പോൾ അങ്ങനെയാണ്, ഇന്നൊക്കെ ചലഞ്ചാ. അങ്ങനെയില്ല, ശാപ്പാട് ചലഞ്ച്. 12 മണിക്കൂർ ശാപ്പാട് കഴിക്കുന്നുള്ള ചലഞ്ച് ഏറ്റെടുത്തു. 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മരിച്ചു വീണൊക്കെ റെക്കോർഡാണ്. അതാണ് കാലത്തിൻ്റെ പോക്കൊക്കെ ചലഞ്ച്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളവരാ, അവരാ ഒളിച്ചോടിയവർ. എന്താ അഭിപ്രായം? ചെറിയൊരു മടി ഉണ്ടാവും, കാരണം കൂടുതലും അതാണല്ലോ ജാതി അത്. അപ്പോൾ ചെറിയ മടി ഉണ്ടാവും സമ്മതിക്കാൻ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഉള്ളുകൊണ്ട് മനസ്സിലാവും. പുറത്ത് പറയാൻ മടിയുണ്ടാവും. കാരണം മനുഷ്യനാകെ കൂടിയുള്ളത് ഈ വിശേഷ ബുദ്ധിയും തത്വജ്ഞാന സാമർഥ്യമാണ്. അതിനെയാണ് ഉപേക്ഷിച്ചുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാത്യാഗം അല്ലേ? അതാണ്. എങ്ങനെ അറിഞ്ഞിട്ടല്ലല്ലോ? ഇങ്ങനെ അറിഞ്ഞിട്ടല്ലല്ലോ എന്നാണ് ചോദിക്കണത്. എന്തറിഞ്ഞിട്ട്? അറിയണതിനെ പറ്റി അല്ലല്ലോ പറഞ്ഞത്, ത്യജിക്കണതിനെ പറ്റിയല്ലേ പറഞ്ഞത്. അല്ലേ? അതാ. എന്നിട്ട് തിരിച്ചു വിളിക്കും, സന്യാസിമാരെ വിളിച്ചു. ഒളിച്ചോടുന്നവർ. എവിടുന്ന് ഒളിച്ചോടുന്നവർ? അവരഭിമുഖീകരിക്കുന്നവരാ. ഒളിച്ചോടുന്നവർ ഒന്നിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ആർക്കാ പറയാൻ പറ്റുക? ഒന്നിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല. അവരെല്ലാം ഒന്ന് അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടിട്ടോ അഭിമുഖീകരിക്കാൻ കഴിയാതെയോ സന്യാസത്തിൽ പോകുന്ന ആരും ഉണ്ടാവില്ല. സത്യസാക്ഷാത്കാരം എന്നുള്ള ഒരൊറ്റ ഇച്ഛ കൊണ്ട് മറ്റെല്ലാം അപ്രസക്തമായി പോകുന്നവരായിരിക്കും. അത് ചിന്തിക്കുക. അതുകൊണ്ട് എന്താ ഇപ്പം ജ്ഞാനം കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. കിം ജ്ഞാനേന സ്യാത് ഉച്യത്തെ ഭൂതേഷു ഭൂതേഷു ചരാചരേഷു സർവേഷു. സകല ചരാചരങ്ങളിലും ബ്രഹ്മാദി സ്തംഭപര്യന്തമായിരിക്കുന്ന സകലത്തിലും വിചിത്യ പൃഥക് നിഷ്കൃഷ്യ വേർതിരിച്ചിട്ട് എന്തിനെ? ഏകം ആത്മതത്വം. ശരീര ഇന്ദ്രിയ പ്രാണ മനോ ബുദ്ധികളിൽ നിന്ന് ആത്മതത്വത്തെ വിവേകത്താൽ വേർതിരിച്ചിട്ട് സകലത്തിലും. അപ്പോൾ സകലത്തിലും കുടികൊള്ളുന്ന ഒരേ തത്വം എന്ന് മനസ്സിലാക്കി, ഒന്നെന്ന് മനസ്സിലാക്കി. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു. ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ എന്ന് മനസ്സിലാക്കി. സകല ഭൂതങ്ങളിലും ഏകമായ സത്യമാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ സംസാരധർമ്മൈഹി അസ്പൃഷ്ടം, സംസാരധർമ്മങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത,
സംസാരധർമ്മങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത, ആത്മഭാവേന ഉപലഭ്യ, ഞാനെന്നുപലഭിച്ചു. ഞാൻ ആരാന്ന് അറിഞ്ഞു, അത് തന്നെ സമ്പന്നനായി. അനേകാർത്ഥത്വധാതൂനാം വിചിത്യ എന്നുള്ളതിന് എങ്ങനെ ഇങ്ങനെ അർത്ഥം പറയാന്ന് ചോദിച്ചപ്പോൾ ഭാഷ്യകാരൻ പറയാണ്, ധാതുക്കൾക്ക് അനേക അർത്ഥങ്ങളുണ്ട്. പിന്നെ ചിത്വ, ചയനം ചെയ്തിട്ട് എന്നുള്ള അർത്ഥപ്പെടുക്കാൻ വയ്യ, അതുകൊണ്ട് വേർതിരിച്ചിട്ട് എന്നർത്ഥം എടുക്കണം. വിരോധാത്. ധീരാഹ ധീമന്തഹ വിവേകിനഹ, ധീരന്മാർ, ബുദ്ധിമാന്മാർ, വിവേകികൾ. ബാഹ്യവിഷയ നിവൃത്തബാഹ്യവിഷയാഭിലാഷാഹ, ബാഹ്യവിഷയാഭിലാഷങ്ങളൊക്കെ നിവൃത്തങ്ങളായത്. ആരിൽ നിന്നോ അവർ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പലതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടുന്ന അഭിലാഷങ്ങൾ നിവൃത്തമായവർ. അത് ചിന്തിക്കുക. ഒന്നിനെ അടുപ്പിക്കുന്നില്ല, ഒന്നിനെ അകറ്റുന്നുമില്ല. സന്തോഷം, ഇരുന്നോളൂ. അതാണ് ബാഹ്യവിഷയ അഭിലാഷങ്ങളെല്ലാം നിവൃത്തങ്ങളായത്. അങ്ങനെയുള്ളവർ പ്രേത്യ മൃത്വ, ഇവിടെ ഭാഷ്യകാരൻ മൃത്വ എന്നാണ് പറഞ്ഞത്. മരിച്ചിട്ട് പറഞ്ഞാലും വിരോധമില്ല. അതിന് ശരിക്കുള്ള അർത്ഥം അപ്പം ഭാഷ്യകാരൻ പറഞ്ഞത് തെറ്റാന്നാണോ? അല്ല, പദഭാഷ്യത്തിലൊക്കെ പറയണ്ടേ. അതിന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഉയർന്ന അർത്ഥം. അല്ലാണ്ട് ഇപ്പം മരിച്ചാലും പോണില്ലല്ലോ. ഈ മരിച്ചാലും താതാത്മ്യം പെടണ്ടേ? ഞാൻ പറയാണ്, ഞാൻ മരിച്ചാൽ എന്താ സ്വാമി പോയില്ലേ, കഴിഞ്ഞില്ലേ? അല്ല, കഴിഞ്ഞിട്ടില്ല, എൻ്റെ ശരീരം നിങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? എടാ, നീ ചത്താലെങ്കിലും ദേഹത്തെ ഒന്ന് വിട്. ബാക്കിയുള്ള എന്താ വെച്ചാൽ അഗ്നി എടുത്തോട്ടെ. പുഴുക്കളാണോ, പുഴുക്കൾ എടുത്തോട്ടെ. ആരാച്ചാൽ എടുത്തോട്ടെ. ജീവിച്ചിരിക്കുമ്പോഴേ പിടിച്ചുകൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ചിന്തിക്കുക. അങ്ങനെ പല അന്ത്യാഭിലാഷങ്ങളൊക്കെ പറയാറുണ്ട്, ഇല്ലേ? അന്ത്യാഭിലാഷങ്ങൾ പറയാറുണ്ട്. ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യുന്ന ഒരാൾ. അതെ, എപ്പോഴും ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ 10 മണിക്കൂർ 14 മണിക്കൂർ നല്ല വെള്ളത്തിലായിരിക്കും. അപ്പോൾ അയാൾ അഭിലാഷം പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ആശുപത്രിയിൽ കൊടുക്കണമെന്ന്. കുട്ടികൾ പഠിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. മക്കൾ പഠിക്കട്ടെ. അപ്പോൾ ആൾക്കാർ, ഇയാൾ എത്ര നല്ല ബുദ്ധിയായി പോയല്ലോ. അതിനല്ല, മറ്റേല ഇട്ട് വെക്കുക, അതിനാണ്. സ്പിരിറ്റിലിട്ട് വെക്കുക. എന്തിനാ ബോഡി എന്തിലിട്ട് വെക്കണേ? സ്പിരിറ്റിലിട്ട് വെക്കുക. മതിയായിട്ടില്ല, കുടിച്ചിട്ട് മതിയായിട്ടില്ല. എന്തിനത്? നിങ്ങൾ ഭൂമിയിൽ സമാധിയാക്കി ഇരുത്തണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കണം. എന്നിട്ട് എൻ്റെ ഒരു മന്ത്രം നിങ്ങൾ ഉണ്ടാക്കണം. എന്താണ്? സ്വാമി ചിദാനന്ദപുരിക്കൊരു മന്ത്രം. എന്നിട്ട് നിങ്ങൾ ദിവസവും പൂജ ചെയ്യണം. എടാ മഹാഭാവി, നീ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഉള്ള ഉപദ്രവം മുഴുവൻ ഉണ്ടാക്കി, ഇനി കാറ്റ് പോയാലും നീ വിടില്ലേ? എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു സങ്കടമാണ്. നമ്മളിവിടെ പറയലുണ്ട്, കാറ്റ് പോയാൽ അപ്പം കത്തിച്ച് വയ്ക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഭാഗം വേണോ അത് കൊടുത്തോളൂ, എടുത്തോളൂ, അതിന് വിരോധമല്ല. അല്ലെങ്കിൽ ഉടനെ കത്തിച്ച് വയ്ക്കുക. ഒട്ടും വൈകരുത്. വൈകിയാൽ പോയി. ഒരു നേരം പോക്ക് പറഞ്ഞുതരാം. കേരളത്തിൽ ഏറ്റവും അധികം സന്യാസിമാരെ ഭൂസമാധിക്രിയ ചെയ്തതാരാന്നറിയോ? പ്രാചീനമായിട്ടുള്ളതൊന്നും നമുക്കറിയില്ല. ഈ അടുത്ത കാലത്ത് ഒരു 80 കൊല്ലത്തിന് ഇങ്ങോട്ട്
ഏറ്റവും അധികം സന്യാസിമാരെ ഭൂസമാധിക്രിയ ചെയ്തത് വേലായുധാനന്ദ സ്വാമിയാണ്. അതെ, എനിക്കറിയാം, അറിയണ കാര്യമാണ്. അദ്ദേഹം അവസാനം എഴുതി വെച്ചു, എന്നെ കത്തിക്കണം, എൻ്റെ ശരീരം പോയാൽ ഉടനെ നിങ്ങൾ കത്തിക്കണം എന്ന് എഴുതി വെച്ചു. അങ്ങനെ തന്നെ ചെയ്തു. അത് മതി, അതാണ് നല്ലത്, അതാണ് ഏറ്റവും നല്ലത്. എന്ത് അത് ഓരോരുത്തർ ആവശ്യപ്പെട്ടു, ശിഷ്യന്മാരാവശ്യപ്പെട്ടിട്ട് മൂപ്പര് ചെയ്തു കൊടുത്തു എന്നല്ലാണ്ട്. ഇരട്ടത്താപ്പല്ല അത്. ശിഷ്യന്മാർ പറഞ്ഞു, അറിയുന്ന ആൾ അറിയുന്നത് ചെയ്തു കൊടുത്തു. നമ്മളും ചെയ്തിട്ടുണ്ട് 2-3 എണ്ണം. ആ ജീവൻ്റെ അഭിപ്രായങ്ങളുണ്ട്. അഗ്നിയല്ല ഏറ്റവും ശുദ്ധമാവുന്നത്. ഓ ശരിയാണ്, മണ്ണിൽ വെക്കാൻ വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്രദമാവും. പക്ഷേ ഓരോ പ്രദേശത്തും പശുക്കൾക്ക് മേയാൻ ഗോചരം എന്നുള്ളത് പോലെ ജനസമ്പാദമുള്ളതിൽ നിന്ന് ഒരു 3 കിലോമീറ്ററെങ്കിലും ദൂരെ സംസ്കരിക്കാനുള്ള ഇടം ഓരോ ഗ്രാമത്തിലുണ്ടെങ്കിൽ ശരിയാ. ഇന്നതുണ്ടോ? ഇന്ന് മഹാപുരുഷനെ കൊണ്ടുവച്ചു മണ്ണിൻ്റെ ഉള്ളിൽ, മഹാപുരുഷൻ ചീഞ്ഞളിഞ്ഞു, നീര് വ്യാപിച്ചു. മണൽ കലർന്ന മണ്ണിൽ 1 കിലോമീറ്റർ ദൂരം വരെ വ്യാപിക്കും, അടുത്ത കിണറുകളിൽ മുഴുവൻ വരും. അവിടെയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയിട്ടുള്ളത്, മയ്യത്തിലെ നെയ്യൂറിയ വെള്ളം കുടിച്ച് ചെക്കന്മാർ മദ്രസ ബെഞ്ചിലിരുന്നു. കുഞ്ഞബ്ദുള്ള എഴുതിയത് അച്യുതാനന്ദപുരനായി പറഞ്ഞല്ലേ. കാരണം ഇതങ്ങ് വ്യാപിക്കും. ഇത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ആരായാലും മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടാ ഇത് പൊട്ടി വ്യാപിച്ച് കിണറുകളിൽ വീഴും, അശുദ്ധാവും, ചുറ്റുപാട് മുഴുവൻ മലിനമാകും. ആ അതെ, അത് നല്ലതാ. ഒന്നും ആവില്ല, ഞാനങ്ങില്ല, എങ്ങോട്ടും പോവില്ല. അതിനിപ്പോൾ സിമെൻ്റ് ഒന്നും വേണ്ട. അതിപ്പോൾ ഭൂസമാധിക്രിയ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ അന്തരീക്ഷം പരിസര മലിനീകരണം ഉണ്ടാവില്ല. അതറിയാത്ത ആളല്ല നമ്മൾ. പക്ഷേ അതിനൊക്കെക്കാൾ എത്ര എളുപ്പമാണിത് സംഗതി കത്തിക്കണത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം മണൽ, ഭസ്മം, തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ, നല്ല ഭസ്മം, ഉപ്പ്, അതാണ് വിട്ടത്, ഉപ്പ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് ചുക്കി പുറത്തേക്ക് വ്യാപിക്കില്ല നീര്. അതിനൊക്കെ എന്തിനെത്ര കഷ്ടപ്പാടും ഇതും. പിന്നെ ഇതിലെത്ര പേർക്ക് ശരീര താതാത്മ്യം വിട്ടവരാണെന്ന് നമുക്കറിയോ? ശരീര താതാത്മ്യം എത്ര പേർക്ക് വിട്ടിട്ടുണ്ടെന്ന് നമുക്കറിയോ? ഞാൻ വലിയ സ്വാമിയാണെന്ന് പറഞ്ഞിരിക്കുന്നാൽ ശരീര താതാത്മ്യം വിട്ടു എന്നുള്ളതിന് തെളിവുണ്ടോ? ധനഞ്ജയം പോണ്ടേ? പോവുക? പോവില്ല. എന്തിനാ ഉപദ്രവം ഉണ്ടാക്കണേ? മിക്കവാറും പ്രേതാലയങ്ങളെ കൊണ്ട് നിറഞ്ഞു. അവിടെ ഏറ്റവും നല്ലത് കത്തിച്ചേക്ക്. അത് അങ്ങനെയുള്ള മഹാപുരുഷന്മാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ വരൂ, ഇവിടെ തന്നെ നമ്മുടെ തന്നെ ആശ്രമത്തിൽ വരൂ. ഗുജറാത്തിൽ മേംദാബാദ് മാധവാനന്ദാശ്രമം. അത് അവിടെ സ്വാമിജിയുടെ സമാധിയാണ് ആശ്രമത്തിൻ്റെ കേന്ദ്രം. അതിനാണ് നമ്മൾ പരിപാലിക്കുന്നത്, പൂജിക്കുന്നത്. അതെങ്ങനെയാ? അത് ആ മഹാപുരുഷൻ ഗുരുപൂർണിമയുടെ അന്ന് സുഖമായി പത്മാസനത്തിൽ അങ്ങോട്ട് ഇരുന്നു, ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അത് വേറെ. ഇപ്പുറത്ത് ആശുപത്രിയിൽ കിടന്ന് അല്ലെങ്കിൽ മറ്റേമാതിരി ഉരുണ്ട്, അത് ആത്മജ്ഞാനവും ഇതുമായിട്ട് ബന്ധമില്ല. ആത്മജ്ഞാനം എങ്ങനെ? വിലുഠൻ ഭൂമിയിൽ ഉരുണ്ട് മരിച്ചാലും
മുക്തൻ മുക്തൻ തന്നെയാണ്. പക്ഷേ മറ്റത് വേറെയാണ്. മറ്റത് ഓരോ പ്രാണത്തെയും ശരീരം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നതിനെ ഉപസംഹരിച്ച് അവസാനം സകല പ്രാണകലകളെയും പ്രാണനിലാക്കി ആ പ്രാണനെ ഉദാനനിൽ ബോധപൂർവം ചേർത്ത് സുഷുമ്ന വഴി ഭേദിക്കുന്നവരാ. അത്തരം ഉച്ചകോടിപ്പെട്ടവർ വേറെ, അത് വേറെ വിഷയമാണ്. ശരി, അതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ധീമന്തഃ വിവേകിനഃ പ്രേത്യ മൃത്വ അസ്മാൽ ലോകാത് ശരീരാത് അനാത്മലക്ഷണാത്, ശരീരാദി അനാത്മലക്ഷണത്തിൽ നിന്ന് വേർപെട്ടിട്ട്, രണ്ടർത്ഥവും പറഞ്ഞില്ലേ? മനസ്സിലായില്ല? മൃത്വ അസ്മാൽ ലോകാത്, ഈ ലോകത്തിൽ നിന്നും മരിച്ചിട്ട്, അല്ലെങ്കിലോ ശരീരാദി അനാത്മലക്ഷണാത് വ്യാവൃത്ത മമത്വാഹങ്കാരാഹ, ശരീരം തുടങ്ങിയ ഉപാധികളിൽ മമത്വാഹങ്കാരം തീരെ വേർപെട്ടവരായിട്ട്, സന്തഃ അങ്ങനെ, അമൃതാഹ അമരണധർമാണഃ മരണധർമ്മത്തിനുപരിയുള്ളവരായിട്ട്, നിത്യവിജ്ഞാന അമൃതത്വസ്വഭാവാഹ നിത്യവിജ്ഞാന അമൃതസ്വഭാവന്മാരായിട്ട് ഭവന്തി ഭവിക്കുന്നു. താൻ തന്നെയാവുന്നു. മുക്തൻ മുക്തനാവുന്നു. വിമുക്തശ്ച വിമുച്യതേ എന്ന് ശ്രുതിയുണ്ട്. ബദ്ധനല്ല മുക്തനാവുന്നത്, വിമുക്തൻ വിമുക്തനാവും. ഇതാണ് രണ്ടാമത്തെ ഖണ്ഡം. തുടർന്ന് അല്പം കഴിഞ്ഞിട്ട് ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.